പണ്ഡിതനുമായിരുന്നു മുജാഹിദ്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് എന്റെ പിതാവിട്ട പേരാണ് മുജാഹിദ്. അതിനെ അങ്ങനെ വിളിക്കലാണ് നിങ്ങൾക്ക് പടച്ചവന്റെ അടുത്ത് പുണ്യം കിട്ടാൻ നല്ലത്. അതിനെ മോശമാക്കി വിളിച്ചാൽ നിങ്ങൾക്ക് പോയി എന്നതല്ലാതെ എനിക്കതിലൊരു പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെയൊക്കെ വരുമ്പോ തീവ്രവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ തീവ്രവാദികളാണ് ഇവര്, ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ എതിർത്ത് പ്രസംഗിച്ച ആളുകളാരാ? മുജാഹിദ് പ്രസ്ഥാനമല്ലേ? ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ എതിർത്ത NDF-ന്റെ തീവ്രവാദത്തെ താത്വികമായി എതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരെ ക്ഷണിക്കല്? മുജാഹിദുകളെയല്ലേ? മുജാഹിദ് പണ്ഡിതന്മാരെയല്ലേ? അല്ലേ? ചോദിച്ചു നോക്കേ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്ക്, ET മുഹമ്മദ് ബഷീർ സാഹിബിനോട് ചോദിക്ക്. താത്വികമായി തീവ്രവാദത്തെ ഖുർആനും സുന്നത്തും ധരിച്ച് എതിർക്കാൻ മുജാഹിദുകളല്ലാതെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് ആർക്കെങ്കിലും ഒരു സ്റ്റേറ്റ് സമ്മേളനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കല്ലാതെ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് പാലക്കാട് കോട്ട മൈതാനിയിൽ 1992 അബ്ദുൽ നാസർ മഅദനി ഇന്ന് അദ്ദേഹത്തോട് ഈ ഭരണകൂടം ചെയ്യുന്നത് ഭരണകൂട ഭീകരതയാണ്, തോന്നിയാസമാണ്, നീതിയില്ലായ്മയാണ്, സത്യം പാവമാണ് ആ മനുഷ്യനോട് ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ അബ്ദുൽ നാസർ മഅദനി ISS രൂപീകരിച്ച് നടത്തിയ കാലഘട്ടത്തിലെ പ്രസംഗം ഇസ്ലാമിക വിരുദ്ധമാണ്. അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ആളാ ഞങ്ങൾ. മഅദനി ജയിൽ മോചിതനായപ്പോ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളണം. കയ്യടിക്കാനും തക്ബീർ ചെല്ലാനും നിങ്ങളെ വാഴ്ത്താനും ആളുകളുണ്ടാവും. അവരാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഭാര്യ വിധവയെപ്പോലെ ജീവിച്ചു, നിങ്ങളുടെ സലാഹുദ്ദീൻ അനാഥനെ പോലെ ജീവിച്ചു. ഇവിടെ പലരും നിങ്ങളെ കൊണ്ട് പലതും പറയിപ്പിച്ചു. നിങ്ങൾക്കതുണ്ടാകരുത്. നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കണം, സുന്നത്ത് മനസ്സിലാക്കണം, ഖുർആനും സുന്നത്തും തീവ്രവാദമില്ലെന്ന് മനസ്സിലാക്കണം. മതം സമാധാനത്തിന്, തീവ്രവാദം നാശത്തിന് എന്നൊരു കേസറ്റും കൊടുത്ത് കുറെ കേസറ്റുകൾ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം എറണാകുളം സാൽവേഷനിൽ എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നു. 41 വിദ്യാർത്ഥികളെ അദ്ദേഹം കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ അനുജനെ കൊണ്ടുവന്നു. എന്റെ ജീവിതത്തിലെ ഓർമ്മകളാണ്. ആ മഅദനിക്ക് വേണ്ടി ഞാൻ മിക്ക സമയവും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരോടും പറയാറുണ്ട്. അദ്ദേഹത്തോട് നമ്മുടെ ഭരണകൂടം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു പൗരനോടും ചെയ്യാത്ത ക്രൂരത അദ്ദേഹത്തോട് ചെയ്തു കഴിഞ്ഞു. കണ്ണ് കാണാനാവാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. മൂക്കിൽ പഴുപ്പ് ബാധിച്ചു, അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് തകരാറ് വന്നു, കാലിൽ പഴുപ്പ് ബാധിച്ചു, ഒരുപാട് രോഗങ്ങൾക്ക് അദ്ദേഹം വിധേയമാണ്. അദ്ദേഹത്തെ ചികിത്സിക്കുന്നു എന്നത് അവിടുന്ന് നുണപ്രചരണമാണ്. കാരണം അവിടെ എന്താ നടക്കണതെന്ന് കണ്ണും കാതുള്ളവർക്കറിയാം. സഹോദരങ്ങളെ, ഇതൊക്കെയാണെങ്കിലും മഅദനി ഒരു കാലത്ത് പ്രസംഗിച്ച തീവ്ര പ്രസംഗങ്ങളെ ഏറ്റവും ശക്തമായി നമ്മൾ എതിർത്തു. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമുക്ക് ആരോടും വിരോധവുമില്ല, വെറുപ്പുമില്ല. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണം. ഇനിയും ഞങ്ങളിവിടെ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കാൻ വരണം, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇനി ഞങ്ങൾക്ക് തെറ്റുപറ്റിയോ എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരുത്തിത്താ. ഞങ്ങൾക്ക് നിങ്ങൾ തിരുത്തിത്ത. പെണ്ണിനെ പള്ളി തടഞ്ഞിട്ടുള്ളൂ, ആണിന് പള്ളി തടഞ്ഞിട്ടുണ്ടോ? അപ്പൊ മുജാഹിദുകൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാൽ അവരെ ഇറക്കി വിടുക. പെണ്ണിനെ ഇറക്കി വിടാനേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. ആണിനെ ഇറക്കി വിട്ടാലോ അങ്ങനെയൊക്കെയാണോ? ശരിക്കും എന്താ വേണ്ടത്? ഒരു യഥാർത്ഥ വിശ്വാസി എന്താ വേണ്ടത്? മുജാഹിദുകൾ അവിടെ വന്ന് നിസ്കരിക്കുമ്പോൾ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഇപ്പൊ എന്നോട് പറഞ്ഞതാണ്, പന്നി ഇവിടെ കയറിയില്ലേ, ഇവിടെ വെള്ളം ഒഴിക്കുക നമുക്കേ എന്ന്. ഒരു യാത്രയിൽ ഒരു സുന്നി പള്ളി കയറിപ്പോയതാ. സത്യം കയറിച്ച് സുജൂദിന്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ, പള്ളി ദർശന കുട്ടികൾ വിളിക്കുക, പന്നി ഇവിടെ നിസ്കരിച്ചോ, വെള്ളം ഒഴിക്കട്ടെ നമുക്ക് എന്റെ തലയെ കൂടെ. നമ്മൾ നിസ്കരിച്ച് ഇറങ്ങിപ്പോന്ന്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണേ. ഇതാണോ ദീൻ? വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. തിന്മയും നന്മയും ഒരിക്കലും സമാവില്ല. മറിച്ച് മുജാഹിദുകൾ ഒരു സുന്നി പള്ളി കയറി നിസ്കരിച്ച് നിങ്ങളെന്താ വേണ്ടേ? നിസ്കാരത്തിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ വിളിക്കുക, വരും മക്കളെ, നിങ്ങൾ എവിടുന്നാ? മോന്റെ പേരെന്താ? ബഷീർ. എന്താടാ സുബൈർ? എടാ ഈ കയ്യെട്ടിയത് റസൂലുള്ള പഠിപ്പിച്ച പോലെയല്ല, അത് ഇങ്ങനെയാ എന്ന് ഹദീസ് ഉദ്ധരിച്ച് പഠിപ്പിക്കേണ്ടവരങ്ങള്. കയ്യെട്ടിവരെ പിടിച്ച് പുറത്തേക്കറിയല്ല. അതാണോ ദീൻ? അതാണോ റസൂൽ പഠിപ്പിച്ചത്? ഞങ്ങളൊക്കെ ചെയ്യാറില്ലാണ്. ഞങ്ങളുടെ പള്ളിയിൽ വരും വലിയ നിങ്ങളെവിടുന്ന വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തിയുള്ളത് ഇത് റസൂൽ നടത്തിയിട്ടില്ല, അത് ബിദ്അത്താണ്, ഹദീസിനെതിരാണ്. ഇതാണ് ഇതിന്റെ രീതി. ഇനി നിങ്ങൾക്കറിയില്ലേ, ചിന്തിക്ക്, ഓർക്ക്. പള്ളിയിൽ മൂത്രമൊഴിക്കാൻ പാടുന്നു? പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നിടത്ത് തോന്നിയസല്ലേ അത്? നിങ്ങൾ ആലോചിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ഒരു അറാബി പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിച്ചു. സഹാബത്തിന് കോപം കൊണ്ട് തളച്ചു. നബി പറഞ്ഞത് അയാൾ മൂത്രമൊഴിക്കട്ടെ, മൂത്രം മുറിച്ചെറിയരുത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, വേണ്ട, സംഗതി ഫിനീഷാകട്ടെ. ഫിനീഷാക്കി ഒക്കെ കഴിഞ്ഞ് റസൂൽ വെച്ച് റാഹത്തായോ? ആ റാഹത്ത് എന്നങ്ങട് വാ പറഞ്ഞു. നബി ഷോൾഡറിൽ കൈ ഇങ്ങനെ വെച്ചു. അല്ല, ഇതൊരു ആരാധനാലയം, നിനക്കറിഞ്ഞുകൂടെ?
ഇത് ഖുർആൻ പാരായണം ചെയ്യുന്ന, പടച്ചോനെ സുജൂദ് ചെയ്യുന്ന, അവന് ദിക്ർ ചെയ്യുന്ന ഒരു കേന്ദ്രമാണിത് എന്ന് നിനക്കറിയില്ലേ? അറിയാം. അവിടെ നീ ഇത് ചെയ്താൽ അത് ശരിയാണോ? അവർക്ക് കോപായൻ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ്, അത് ശരിയാണ്. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ്. കേട്ടോളി, കേട്ടോ സമസ്തക്കാരെ, അയാൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്നോട് മര്യാദയോടുകൂടി പെരുമാറിയ ഈ മനുഷ്യന് നീ കാരുണ്യം ചൊരിയണേ, എന്നോട് ചൂടായവരോട് നീ കാരുണ്യം ചൊരിയല്ലേ. ഇതാ ഇസ്ലാം. എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞു? സാബത്തിനോട് അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഉപയോഗിച്ച് കൈക്കള. അറിയില്ല ഒരുത്തനെ, പള്ളിയുടെ മാത്രം. ഓൻ വന്നു, മോനെ വിളിക്കുക, മോനെ ഇത് ഭയങ്കരമാണ്, നീ ചെയ്തത് തെറ്റാണ്, ശരിയല്ല, ഭീകരമാണ്, കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പണിയാണ്, ചെയ്യല്ല കുട്ടി എന്ന് പറയേണ്ടവരാ നമ്മൾ, അങ്ങനെ നന്നാക്കേണ്ടവരാ നമ്മൾ. മഹാത്മാഗാന്ധി, ഗാന്ധിജി ഒരു ബ്രിട്ടീഷുകാരൻ ഷൂ കൊണ്ട് ഒറ്റ ചവിട്ടാട് കൊടുത്തു, പല്ല് കൊഴിഞ്ഞിട്ട് ചോരങ്ങനെ വരികയാണ്. അപ്പൊ മഹാത്മാഗാന്ധി ചിരിച്ചിട്ട്, രക്തമൊലിക്കുമ്പോ ചിരിച്ചിട്ട് ചോദിക്കാണ് സായിപ്പിനോട്, അല്ല സായിപ്പേ, എന്റെ പരുക്കൻ പല്ല് തട്ടി നിങ്ങളെ വെളുത്തു തുടുത്ത കാല് വേദനിച്ചോന്ന്. എങ്ങനെ ചവിട്ടിയിട്ട് 2 പല്ല് കൊഴിഞ്ഞു ഏതാ? എന്നിട്ട് മഹാത്മാഗാന്ധിന്റെ ചോദ്യാണ് എന്ത്? എന്റെ പരുക്കൻ പല്ല് തട്ടി നിന്റെ കാല് വേദനിച്ചോ? ചില്ലറപ്പെട്ട ക്ഷമയല്ല. അതുകൊണ്ടാണോ ബ്രിട്ടീഷുകാർ പേടിച്ച് മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ, ഒരർദ്ധനഗ്നൻ, ബ്രിട്ടീഷുകാർക്ക് എന്തൊരു പേടിയായിരുന്നു? ആ പേടി, ഇച്ഛാശക്തി, ധൈര്യം, നട്ടല്, ആണുങ്ങളുടെ പ്രത്യേകത, സമൂഹത്തെ നയിക്കാനുള്ള യോഗ്യത അതുണ്ടാകുക. അല്ലാതെ നുണ പ്രചരിപ്പിച്ച് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത മനസ്സാക്ഷി, ഞങ്ങൾക്കൊരു